ഒരു സൗണ്ട് കേൾക്കാൻ വേണ്ടി പറ്റി. പിന്നെ ഒരു കരിഞ്ഞ മണവും വന്നു. കുറച്ച് നേരത്തേക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് മെല്ലെ മെല്ലെ ഡിസ്റ്റർബൻസ് വരാൻ തുടങ്ങി. ഏകദേശം 2018-19 കാലം തൊട്ടാണ് ഞാൻ ഈ സാധനം യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അന്ന് തൊട്ടുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു എത്രയും പെട്ടെന്ന് ലാസിക് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ഇന്ന് മാറ്റണം. ശരിക്കും ഇതിനെ റിഫ്രാക്റ്റീവ് ഐ സർജറി എന്നാ പറയാം. പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്ത് വരുന്നത് ലാസിക് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് മാത്രം. എനിവേസ്, അന്ന് തൊട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ സ്പെക്സ് എടുത്ത് മാറ്റണം എന്നുള്ളത്. അന്ന് എനിക്കത് നടന്നില്ല, പക്ഷേ ഇന്ന് എനിക്കത് നടന്നു. എന്തുകൊണ്ടാണ് അന്ന് പറ്റാത്ത കാര്യം ഇന്ന് നടന്നത്? പിന്നെ ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിഫ്രാക്റ്റീവ് ഐ സർജറീസ് എന്തൊക്കെയാണ്? സർജറി ചെയ്തപ്പോൾ എനിക്കുണ്ടായ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അത് പെയിൻഫുൾ ആണോ അല്ലയോ? ഇതിൻ്റെ ആഫ്റ്റർ സർജറി പ്രൊസീജിയേഴ്സ് ഒക്കെ എന്തൊക്കെയാണ്? ഇതിൻ്റെ കോസ്റ്റ് എത്രയായി? ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോണത്. ആരെങ്കിലും സർജറി ചെയ്യാൻ ആഗ്രഹിച്ച് നിൽക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇത് വെച്ച സമയം തൊട്ട് മാറ്റണമെന്നുണ്ടായിരുന്നു, പക്ഷെ അന്ന് എനിക്കത് പറ്റിയിട്ടില്ല എന്നത്. അതിനുള്ള മെയിൻ റീസൺ എനിക്ക് 16-17 ഏജ് ആയതുകൊണ്ട് തന്നെ എൻ്റെ പവർ സ്റ്റേബിൾ ആയിരുന്നില്ല. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഡോക്ടർ എന്ന് പറഞ്ഞത്. പിന്നെ ഇതിൽ വേറെയും കുറച്ച് ക്രൈറ്റീരിയാസ് ഒക്കെ ഉണ്ട്. കോർണിയൽ തിക്നെസ് നോക്കും, ഞരമ്പിൻ്റെ ടെസ്റ്റുകളൊക്കെ നടത്തും. അങ്ങനെ കുറച്ചധികം ടെസ്റ്റ് നടത്തിയിട്ട് മാത്രമേ നമ്മൾ ഈ റിഫ്രാക്റ്റീവ് ഐ സർജറി പറ്റുമോ ഇല്ലയോ എന്ന് ഡിസൈഡ് ചെയ്യാം. അത് നമ്മളല്ല ഡിസൈഡ് ചെയ്യുക, അത് ഡോക്ടറാണ് ഡിസൈഡ് ചെയ്യുക. ഇനി അഥവാ നിങ്ങൾക്ക് സർജറി പറ്റുമെങ്കിൽ അവിടെയാണ് നമുക്ക് കുറച്ചധികം ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ വരുന്നത്. അതിൽപ്പെട്ട ഒന്നാണ് ഈ ലാസിക്. മെയിനായിട്ട് നമുക്ക് 3 സർജറീസാണ് വരുന്നത്. നിങ്ങളുടെ കണ്ടീഷൻസ് എല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാം. അവിടെ നമ്മുടെ ഡിസ്ക്രിപ്ഷനാണ്. അതല്ലെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഡോക്ടർ പറയും ഈ സർജറി ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയും. അപ്പോൾ നമ്മൾക്ക് ആ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, അത് മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. കണ്ണട മാറ്റുന്ന സർജറി എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റിയതായിരിക്കില്ല. എൻ്റെ കാര്യത്തിൽ ഏജും പിന്നെ എൻ്റെ പവർ സ്റ്റേബിൾ അല്ലാത്തത് കൊണ്ടാണ് അന്ന് എനിക്കിത് ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. ഞാനൊരു 2 ഹോസ്പിറ്റൽ സ്കിപ്പ് ചെയ്തിട്ടാണ് 3ാമത്തെ ഹോസ്പിറ്റലിൽ നിന്നാണ് ഞാൻ ഈ സർജറി ചെയ്തത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് സ്കിപ്പ് ചെയ്ത് നോക്കുകയാണെങ്കിൽ, അപ്പോൾ ഇവിടെ നിന്ന് ഒരു 1.5-2 വർഷം ബാക്കിലേക്ക് പോകണം. ആ സമയത്ത് ഞാൻ ജസ്റ്റ് ജോബിന് കയറിയ ടൈമായിരുന്നു. നാട്ടിലുള്ളൊരു അത്യാവശ്യം വലിയൊരു ഹോസ്പിറ്റലാണ്. അവിടെ ഞാൻ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് അവിടെ പോയിട്ട് കാണിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ സർജറിക്ക് എലിജിബിൾ ആവാൻ നമ്മൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനുണ്ട്. അപ്പം അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയത്. അന്ന് എനിക്ക് ഒരു 2000 എമൗണ്ടായി ആ സ്കാനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. സ്കാൻ ചെയ്ത ശേഷം അവർ പറഞ്ഞു ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ സർജറിക്ക് ഓക്കെ ആണ് പറഞ്ഞു. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആകെ PRK സർജറി മാത്രമേ ഉള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ എൻ്റെ മൈൻഡിൽ പോയ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ഹോസ്പിറ്റലിൽ ആകെ ഈ ഒരു സർജറി മാത്രമേ ഉള്ളൂ എന്നാണ്. ഇത് ഞാൻ അവരത് ചോദിക്കുകയും ചെയ്തപ്പോൾ അവർ പറഞ്ഞത് കറൻ്റ്ലി നമ്മൾക്ക് ഇത് മാത്രമേ ഉള്ളൂ എന്നാണ്. അവിടെ തന്നെ എൻ്റെ ഒരു ഇമ്പ്രഷൻ പോയി. കാരണം ഇത്രയും വലിയ ഹോസ്പിറ്റലാണ്, ആകെ ഒരു PRK സർജറി മാത്രമേ അവർക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്കെന്തോ അതൊരു ഉള്ളിൽ നിന്നൊരു തോന്നൽ, നമുക്ക് അവിടെ ഇനി ചെയ്യണ്ട എന്നൊരു തോന്നൽ വന്നു. കണ്ണിൻ്റെ കാര്യമാണ്, ഒരു പേടി എന്തായാലും ഉണ്ട്. അപ്പം ഞാനത് ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്കാനും റിപ്പോർട്ടും കൊണ്ട് തിരിച്ചു വന്നു. പിന്നെ നമ്മൾ ജോബ് കയറിയ സമയത്തായതുകൊണ്ട് അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിപ്പോയി. ഇപ്പം നമുക്ക് സ്റ്റോറി ജസ്റ്റ് ഒന്ന് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇനി ഈ PRK എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് നോക്കാം. മെയിനായിട്ട് നമ്മളുടെ ഈ ഐ സർജറി വരുന്നത് 3 ടൈപ്പിലാണ്. അതിലത്തെ 1ാമത്തെ ടൈപ്പാണ് ഈ PRK. ഇനി 2ാമത്തെ ടൈപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെംടോലാസിക്. ഇനി 3ാമത്തേതാണ് സ്മൈൽ. ഇപ്പോൾ അതിൻ്റെ ലേറ്റസ്റ്റ് വേർഷനായിട്ട് സ്മൈൽ പ്രോ എന്നാണ് പറയാൻ തോന്നുന്നു, എനിക്ക് ക്ലിയർ അല്ല. പക്ഷേ സ്മൈലാണ് അതിൻ്റെ ഒരു ബേസ് എന്ന് പറയാം. മെയിൻലി ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് സർജറീസാണ് ഉള്ളത്. ഈ 3ലും എന്താണ് നടക്കുന്നത് ജസ്റ്റ് ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. ഞാനിപ്പോൾ 2-3 ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിയത് കൊണ്ട് എനിക്ക് അവിടെ നിന്ന് കിട്ടിയ കുറച്ച് ഐഡിയയും പിന്നെ ഞാൻ സെർച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്തു തരാണ്. ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ മാത്രം പറഞ്ഞുതരാം. PRK സർജറിയിൽ നമ്മളുടെ കോർണിയൻ്റെ മേലത്തെ ഒരു തിൻ ലെയർ മൊത്തത്തിൽ കളയുകയാണ് ചെയ്യുക. എന്നിട്ട് ഈ കോർണിയൻ്റെ ആ ലെയർ റീജനറേറ്റ് ആവുക ചെയ്യുക. ഒരു ലെയർ മാറ്റുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ റിക്കവറി ടൈം അല്ലെങ്കിൽ നമ്മളുടെ വിഷൻ കുറച്ചും കൂടി ഷാർപ്പായിട്ട് കാണുന്ന ടൈം എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അതായത് ഹീലിംഗ് ടൈം ഇത്തിരി കൂടുതലായിരിക്കും. പിന്നെ കമ്പയറിങ് ടു ഫെംടോ ആൻഡ് സ്മൈൽ ഈ സർജറിയാണ് കുറച്ചും കൂടി പെയിൻഫുൾ ആയിട്ടുള്ള സർജറി. അതേപോലെ നമ്മൾ ഡിഫൻസിലൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർ ബേസിക്കലി ചെയ്യുന്നത് ഈ സർജറിയാണ്. ബിക്കോസ് വീണ്ടും ഒരു ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ കോർണിയ റീജനറേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനത്തെ ഒരു സർജറി ചെയ്തിട്ടുണ്ടെന്ന് പിന്നീട് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവില്ല. പക്ഷെ ബാക്കി 2ത്തിലാണെങ്കിൽ വളരെ ചെറിയൊരു അടയാളം നമ്മൾക്ക് കാണാൻ വേണ്ടി പറ്റും പിന്നീട് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത്. PRK വരുന്ന സമയത്ത് അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല, കാരണം നമ്മുടെ കോർണിയൻ്റെ ലെയർ റീജനറേറ്റ് ചെയ്യുകയാണ്. ഇനി ഫെംടോലാസിക്കിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോർണിയൻ്റെ മേലത്തെ ഒരു തിൻ ലെയർ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് വെക്കും ഈ ഫ്ലാപ്പ്. എന്നിട്ട് അവിടെ ഈ കറക്ഷൻ നടത്തിയിട്ട് ഈ ഫ്ലാപ്പ് അടയ്ക്കും.
എന്നിട്ടത് ഓട്ടോമാറ്റിക്കായിട്ട് ഹീലാവും. ഇതാണ് ഫെംടോ ലാസിക്കിൽ നടക്കുന്ന പ്രൊസീജിയർ. ഈ കട്ട് ചെയ്യുന്ന സംഭവം തന്നെ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യുന്നുണ്ടാവും, ലേസർ വെച്ച് കട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതിനനുസരിച്ചൊക്കെ നമ്മളുടെ കോസ്റ്റിലും വ്യത്യാസം വരും. അതേപോലെ തന്നെ PRKയിലാണെങ്കിലും ബ്ലേഡ് വെച്ച് റിമൂവ് ചെയ്യുന്ന പരിപാടിയുണ്ട്, ലേസർ വെച്ച് റിമൂവ് ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ട്. ഇത് എന്ത് ടൈപ്പിലാണ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇതിൻ്റെ കോസ്റ്റിലും ഡിഫറൻസ് വരുന്നുണ്ട്. സ്മൈലാണ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് വേർഷൻ. അതിൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കോർണിയിൽ തന്നെ പല ലെയേഴ്സായിട്ട് അതിങ്ങനെ കട്ട് ചെയ്യും. കട്ട് ചെയ്തിട്ട് നമ്മളുടെ കോർണിയിൽ ഒരു ചെറിയ ടിഷ്യൂസ് ഉണ്ട്, അത് നമ്മളുടെ പവറിനനുസരിച്ചിട്ട് ആ ടിഷ്യൂ റിമൂവ് ചെയ്യും. ഈ റിമൂവ് ചെയ്യണത് നമ്മളുടെ ആ കോർണിൻ്റെ ആ ലെയറിൽ തന്നെ ചെറിയൊരു ഹോൾ ഇട്ടിട്ട് അതിൽ കൂടെയാണ് ഈ സാധനം റിമൂവ് ചെയ്യണത്. അപ്പോൾ ബേസിക്കലി ചെറിയൊരു കട്ടേ വരുന്നുള്ളൂ, അതിന് ഇൻസിഷൻ എന്നൊക്കെ പറയാം. ബേസിക്കലി ഒരു ചെറിയൊരു ഹോൾ ഇടും, ആ ഹോളിൽ കൂടെ ആ ടിഷ്യൂ പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ കാഴ്ച പഴയ പോലെയാവും. ഈ ലാസിക്കിൽ വരുന്ന സമയത്ത് കുറച്ചും കൂടി ഹീലിംഗ് ടൈം കുറവായിരിക്കും, കാരണം വലിയ മുറിവുകളൊന്നും അവിടെ ഉണ്ടാവുന്നില്ല, ചെറിയൊരു ഹോളിൽ കൂടെ മാത്രമാണ് ആ ടിഷ്യൂ ഒക്കെ പുറത്തെടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ സ്മൈലിൽ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് നമുക്ക് വിഷൻസ് ഒക്കെ കാണാൻ വേണ്ടി പറ്റും. ഹീലിംഗ് ടൈം വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് ഹീലിംഗ് ടൈം വേണ്ടത് PRK സർജറിക്കാണ്, പിന്നെ ഫെംടോ ലാസിക്, പിന്നെ സ്മൈൽ പ്രോ. ഇതാണ് അതിൻ്റെ ഒരു ഓർഡർ. ജസ്റ്റ് ഞാനിതിൻ്റെ ബേസിക് ആയിട്ട് കാര്യങ്ങൾ എന്താ നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തന്നത് മാത്രം. കട്ട് ചെയ്യും, മുറിച്ച് മാറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. PRKക്ക് പോലും മാക്സിമം 10 മിനിറ്റ് സർജറിക്ക് ടൈമുള്ളൂ. സ്മൈലൊക്കെ എത്തുന്ന സമയത്ത് ജസ്റ്റ് ഒരു 2 മിനിറ്റ് 3 മിനിറ്റിനുള്ളിൽ നിങ്ങൾ കാര്യം കഴിഞ്ഞ് പുറത്ത് വരാൻ വേണ്ടി പറ്റും. ബാക്ക് ടു മൈ സ്റ്റോറി. അപ്പോൾ വർക്കിലൊക്കെ ബിസി ആയതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ കൂടുതലായിട്ട് ശ്രദ്ധിച്ചില്ല, നോക്കാൻ വേണ്ടി പോയില്ല. മാർച്ചിൽ റിസൈൻ ചെയ്ത് വന്നു. ജൂണിലാണ് ഞാൻ ഇനി ഫെർദർ സ്റ്റഡീസിന് പോണത്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ഈ സർജറി ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്യുകയും ചെയ്തു. ഞാൻ പാലക്കാടുള്ള തന്നെ ആ ഹോസ്പിറ്റലിൽ പോകണ്ടെന്ന് എനിക്ക് അന്ന് തന്നെ മൈൻഡിൽ കയറിയതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ആ ഒരു ഓപ്ഷൻ തിങ്ക് ചെയ്തിട്ടില്ല. ഇവിടെ നിന്ന് കോയമ്പത്തൂർ കുറച്ചുകൂടെ അടുത്തായതുകൊണ്ട് അവിടെ ഒരു വലിയൊരു ഹോസ്പിറ്റലുണ്ട്. വലുത് മീൻസ് ലൈക്ക് അത്യാവശ്യം പേര് കേട്ട ഹോസ്പിറ്റലാണ്. ഇവിടെ നിന്ന് കുറേ ആൾക്കാർ പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ പോയി. അവിടെ പോയിട്ടും ഇനിഷ്യലി ഫസ്റ്റ് തൊട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്തു തുടങ്ങണം, കാരണം അത് 1-2 വർഷം മുമ്പ് എടുത്ത ടെസ്റ്റായിരുന്നു. അപ്പോൾ പവർ ചെക്ക് ചെയ്ത് കുഴപ്പമില്ല, പിന്നെ സ്കാൻ ചെയ്തപ്പോൾ ബാക്കി കുഴപ്പമൊന്നുമില്ല എന്ന് അവർ പറഞ്ഞു. പക്ഷെ എനിക്ക് ആ സ്കാൻ ചെയ്യാൻ 4000 രൂപയായിരുന്നു ചിലവ് വന്നത്. അപ്പോൾ തന്നെ എനിക്കിത് കുറച്ച് എക്സ്പെൻസീവ് അല്ലേ എന്നൊരു തോട്ട് ഉണ്ടായി. അപ്പോൾ തോന്നൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ കൗൺസിലിങ്ങിനൊക്കെ പോകും. ഞാൻ അങ്ങനെ കൗൺസിലിങ്ങിന് പോയപ്പോൾ അവരെൻ്റെ അടുത്ത് വേറൊരു കാര്യം പറഞ്ഞത്, ഇവിടെ PRKയും ഫെംടോയും മാത്രമേ ഉള്ളൂ, സ്മൈൽ ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇത്രയും വലിയ ഹോസ്പിറ്റലാണ്, എന്നിട്ട് പോലും അവർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഷൻ ഇല്ലേ എന്ന് എനിക്കപ്പോൾ വീണ്ടും ഒരു തോട്ട് വന്നു. അങ്ങനത്തെ ഒരു തോട്ട് വന്നേ ഉള്ളൂ. ഞാൻ എന്തായാലും ഇത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി തിരിച്ചതാണ്. കൗൺസിലിങ്ങിന് പോയ സമയത്ത് അവർ സജസ്റ്റ് ചെയ്താണ്, എൻ്റെ നോക്കി അറിയാം എൻ്റെ കണ്ണ് കുറച്ച് ഉള്ളിലേക്കാണ്, അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ചും കൂടി ബെറ്റർ PRK ആയിരിക്കുമെന്ന് പറഞ്ഞു. PRKനെക്കാട്ടിയും റേറ്റ് കൂടുതലാണ് ഫെംടോ, അപ്പോൾ അവർ സജസ്റ്റ് ചെയ്തത് PRK ആണ്. ഓക്കെ, അവരപ്പോൾ അത്ര പൈസ നോക്കുന്നില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ PRKൻ്റെ റേറ്റ് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് 52,000 റേറ്റ് വരുന്നുണ്ട്, പിന്നെ 72,000 ആണ്. പിന്നെ ഫെംടോ ലാസിക് ആണെങ്കിൽ അവിടെ 92,000 ആണ് എന്നാണ് പറഞ്ഞത്. അത്രയ്ക്കും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. സ്കാൻ വെച്ച് കമ്പയർ ചെയ്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. നേരത്തെ 2000 കൊടുത്ത സ്ഥലത്ത് ഇപ്പോൾ സ്കാനിങ്ങിന് 4000 ആണ് ഇവിടെ ചോദിക്കുന്നത്. പിന്നെ PRK സർജറിക്ക് തന്നെ ഇത്രയും റേറ്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കെന്തോ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇനി എന്തായാലും ഞാൻ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചു. ശരി, പൈസ എത്രയായാലും കുഴപ്പമില്ല, ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. സർജറിൻ്റെ ഡേറ്റ് ഒക്കെ ഏകദേശം ഫിക്സ് ആക്കി. അവരോട് പറഞ്ഞില്ല, പക്ഷേ സർജറി ഡേറ്റ് എന്ന് വെച്ചാൽ നമ്മളൊരു 21 ഏപ്രിലിന് ചെയ്യാം എന്ന് വിചാരിച്ച് നമ്മൾ ഇരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഫുള്ളായിട്ട് ഇൻവോൾവ് ആവുന്ന സമയത്ത് നമുക്ക് നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ചില പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തൊക്കെ ഒരു സൂപ്പർ പവർ ഉണ്ടെന്നൊക്കെ ചിലപ്പോൾ തോന്നിപ്പോകും. അതുപോലെ എനിക്കൊരു കാര്യം ഉണ്ടായി. യൂഷ്വലി ലേറ്റ് ആവുന്ന സമയത്ത് ഓൺലൈനിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യാറ്. അന്ന് എനിക്ക് എന്തോ തോന്നിയിട്ട് ഞാൻ ഹോട്ടലിൽ നിന്ന് പോയി ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വണ്ടി എടുത്ത് പോയി. ആ സമയത്ത് എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചൊരു ഫ്രണ്ടിനെ കണ്ടു. അവൻ പണ്ട് തൊട്ടേ സ്പെക്സ് വെക്കുന്നതാണ്. അത്യാവശ്യം നല്ല പവറിലായിരുന്നു ആ സ്പെക്സ് ഉണ്ടായിരുന്നത്. പക്ഷെ അന്ന് നോക്കുന്ന സമയത്ത് അവൻ സ്പെക്സ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. സംസാരിച്ച് വന്നപ്പോഴാണ് മനസ്സിലായത് അവൻ സ്മൈല് അടുത്ത കാലത്ത് ചെയ്തിട്ടിരിക്കുന്നതാണെന്ന്. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചോദിച്ചു, അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചു അവൻ്റെ അടുത്ത്. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെയാണ് അവൻ ഐ ഫൗണ്ടേഷൻ്റെ കാര്യം പറയണത്. ഞാൻ അവിടെ നിന്നാണ് സർജറി ചെയ്തതും. അവൻ്റെ തന്നെ ഫ്രണ്ട് അവിടെ തന്നെ PRK സർജറിയും കൂടി ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ മിലിറ്ററിയിൽ കയറി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഭയങ്കര ഹാപ്പി ആയി. കാരണം പരിചയമുള്ള ആൾക്കാർ ചെയ്തിട്ടുണ്ട്, പിന്നെ PRK സർജറി ചെയ്ത ആൾ ഇപ്പോൾ മിലിറ്ററിയിലാണ് കൂടി കേട്ടപ്പോൾ ഞാൻ ഫിക്സ് ചെയ്തു, ഓക്കെ ഇവിടെ തന്നെയാണ് ഞാൻ സർജറി ചെയ്യാൻ വേണ്ടി പോണതെന്നത്. ഇന്നൊന്നും നോക്കിയില്ല. ഞാൻ പിറ്റേ ദിവസം തന്നെ അവരുടെ ഫോണിൽ കോൺടാക്ട് ചെയ്തു. അപ്പോൾ എനിക്ക് PRK സർജറി വേണമെന്നാണ് ഞാൻ അവരുടെ പറഞ്ഞത്. അവർ പറഞ്ഞു, ഓക്കെ നിങ്ങൾ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് വരൂ, നമുക്ക് സ്കാനിങ് കാര്യങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് ഒന്നുകൂടി എടുക്കണം, നിങ്ങൾ പേയ്മെൻ്റ് ഒന്നും നടത്തണ്ട, പക്ഷേ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് സ്കാനിങ് കാര്യങ്ങളൊക്കെ എന്തായാലും ഇവിടെ നിന്ന് ഒന്നുകൂടി എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
പിന്നെ നമ്മളുടെ PRK സർജറി ചെയ്യുമ്പോൾ തന്നെ മാക്സിമം ഡിസ്കൗണ്ടിൽ ചെയ്തുതരാമെന്ന് പറയും കൂടി ചെയ്തു. അപ്പോൾ നിങ്ങളിപ്പോൾ ഇങ്ങനത്തെ സർജറി വല്ലതും ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിൽ അവരടുത്ത് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുക. എന്നിട്ട് പോവുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു പ്രിഫറൻസ് കിട്ടും. എനിക്ക് അങ്ങനെ പ്രിഫറൻസ് കിട്ടിയ പോലെ ഫീൽ ചെയ്തു. അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു തന്നത് മാത്രം. ഐ ഫൗണ്ടേഷൻ തന്നെ കുറേ ബ്രാഞ്ചസ് ഉണ്ട്. പാലക്കാടും ബ്രാഞ്ച് ഉണ്ട്. സോ അവിടെ പോയിട്ടാണ് ഈ സ്കാനും കാര്യങ്ങളൊക്കെ ചെയ്തത്. അവരും പറഞ്ഞു സ്കാനിങ്ങിൽ വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഏത് വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ മൈൻഡിലുള്ളത് PRK തന്നെയാണ്. കാരണം അവരങ്ങനെ പറഞ്ഞതുകൊണ്ട് എൻ്റെ മൈൻഡിൽ അങ്ങനെ PRK ഫിക്സ്ഡ് ആയിപ്പോയി. പിന്നെ ഒരു ബെനിഫിറ്റ് ആയിട്ട് എനിക്കിവിടെ തോന്നിയത് ലാസ്റ്റിക്ക് മാത്രമേ എനിക്ക് കോയമ്പത്തൂർ പോയി ചെയ്യേണ്ടി വരുന്നുള്ളൂ. ബാക്കിയുള്ള ടെസ്റ്റും കാര്യങ്ങളൊക്കെ എനിക്ക് ഇവിടെ പാലക്കാട് തന്നെ പോയാൽ മതി. 21-ാം തീയതി രാവിലെ 11:30 അവിടെ എത്താൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ അവിടെ എത്തിയിട്ടും കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് ഒക്കെ എത്രയാണെന്ന് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് പറയാം, മൊത്തത്തിൽ എത്രയായെന്നുള്ളത്. അങ്ങനെ നമ്മൾ അവിടെ പോയി ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനായിരുന്നു ഒരുപാട് ടൈം എടുത്തത്. പോരാത്തതിന് അന്ന് അവിടെ ഭയങ്കര തിരക്കുമായിരുന്നു. ഈ എൻ്റെ ഓർമ്മ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4-5 മണിയൊക്കെ ആകുമ്പോഴായിരുന്നു ലാസ്റ്റിക് റൂമിലേക്ക് പോയത്. ഫോണൊന്നും ഉള്ളിൽ കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു. അതൊക്കെ നമ്മൾ പുറത്ത് കൊടുത്തിട്ട് പോകണമായിരുന്നു. ഞാൻ എൻ്റെ പുറത്തുനിന്നുള്ള വീഡിയോ ഞാൻ ഇവിടെ എവിടെയെങ്കിലും അറ്റാച്ച് ചെയ്യാൻ പറ്റും നോക്കാം. അപ്പോൾ ആ റൂമിൽ കയറി കഴിഞ്ഞാൽ അവിടെ കുറച്ചൊരു വെയിറ്റിംഗ് ഏരിയ പോലെയുണ്ട്. സർജറി ചെയ്യുന്ന റൂം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ആ ഒരു വെയിറ്റിംഗ് ഏരിയയിൽ ഞാനും പിന്നെ വേറെ കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾക്ക് ആ മറ്റേ ഓപ്പറേഷൻ തിയേറ്ററിൽ പോകുന്ന സമയത്തുള്ള ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തരും. പിന്നെ നമ്മളെ ഓരോരുത്തരായി വിളിച്ചിട്ട് നമ്മുടെ കണ്ണ് ക്ലീൻ ചെയ്യുന്ന പരിപാടിയൊക്കെയാണ്. അപ്പോൾ അത് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരെ പോകും, കണ്ണ് ക്ലീൻ ചെയ്യും, വരും, അങ്ങനെയൊക്കെയാണ്. എൻ്റെ ടേണായി. ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് പോയി. ഞാൻ പോകുന്ന സ്ഥലത്ത് PRK സർജറി ആയിരുന്നു. അതിന് തൊട്ടിപ്പുറത്ത് സ്മൈൽ സർജറി നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ പോയി കിടന്നു. അതിനുശേഷം ഒരു ഷീറ്റ് വെച്ച് നമ്മുടെ മുഖം ഫുള്ളായിട്ട് മൂടും, കണ്ണ് മാത്രമേ കാണത്തുള്ളൂ. എന്നിട്ട് 2 ക്ലിപ്പ് വെച്ചിട്ട് നമ്മുടെ ഈ കണ്ണിനെ തുറന്നു പിടിക്കും. അല്ലെങ്കിൽ ഇത് അടഞ്ഞു പോകുമല്ലോ, അതിരിക്കാൻ വേണ്ടി നമ്മൾ തുറന്നു പിടിക്കും. വേറെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് പെയിൻഫുൾ ആയിരിക്കുന്നു. പക്ഷേ പെയിൻഫുള്ളൊന്നും ആയിരുന്നില്ല. ലെഫ്റ്റ് ആയാലും ഇത് വെച്ച സമയത്ത് എനിക്ക് കുറച്ച് പെയിൻ തോന്നി. അതല്ലാണ്ട് അത്ര വലിയ പെയിൻഫുള്ളൊന്നും ആയിരുന്നില്ല. എന്നിട്ട് ചെറിയൊരു ഡ്രോപ്പ് തരും. ആ ഡ്രോപ്പ് ഒറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് കണ്ണ് ഡെഡ് അവസ്ഥയാണ്, ഒന്നും അറിയത്തില്ല. ഡോക്ടർ ഇങ്ങനെ ഇൻസ്ട്രക്ഷൻ തന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പേഷ്യൻ ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു ഗ്രീൻ ലൈറ്റ് ഉണ്ടാവും, അതിൽ തന്നെ നോക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ലേസറൊക്കെ പോലെ ഇങ്ങനെ പോകുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു സൗണ്ട് കേൾക്കാൻ വേണ്ടി പറ്റി. പിന്നെ ഒരു കരിഞ്ഞ മണവും വന്നു. ഇത് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. കരിഞ്ഞ മണം വരുന്നൊക്കെ അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു പേടിയൊന്നും തോന്നിയില്ല. അങ്ങനെ അത് ഒരു സെക്ഷൻ ഓഫ് കരിഞ്ഞ മണം കഴിഞ്ഞപ്പോൾ അതെടുത്തു. എന്നിട്ട് വീണ്ടും അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 തവണ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ എന്തോ വെച്ചാൽ ഒരു കണ്ണ് ക്ലീൻ ചെയ്യണ പോലെ തോന്നി. എന്നിട്ടൊരു കോണ്ടാക്ട് ലെൻസും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതേപോലെ തന്നെ സെയിം പ്രൊസീജിയറായിരുന്നു ലെഫ്റ്റ് സൈഡും ഉണ്ടായിരുന്നത്. എന്നിട്ട് പറഞ്ഞു നമ്മൾ സർജറി സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. ഏകദേശം ഒരു 5 മിനിറ്റ് 10 മിനിറ്റിനുള്ളിൽ ഈ സർജറി ഫുള്ള് കഴിഞ്ഞ് ഞാൻ പുറത്ത് വന്നു. പുറത്ത് മീൻസ് മൊത്തത്തിൽ പുറത്തല്ല, ആ ഒരു വെയിറ്റിംഗ് ഏരിയ പറഞ്ഞല്ലോ, അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഓക്കെ എന്തൊക്കെയോ കാണാം, പക്ഷെ ക്ലിയർ അല്ല. നമ്മുടെ കണ്ണിൽ കൂടെ വെള്ളം വരുന്നുണ്ട്. പിന്നെ ഒരു പുക പോലെയൊക്കെയായിരുന്നു മൊത്തത്തിലൊരു ഫീലിംഗ് ഉണ്ടായിരുന്നത്. ആ ഒരു കുറച്ച് നേരത്തേക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് മെല്ലെ മെല്ലെ ഡിസ്റ്റർബൻസ് വരാൻ തുടങ്ങി. അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു PRK സർജറി ആയതുകൊണ്ട് ഇത്തിരി ഡിഫിക്കൽട്ടായിരിക്കും എന്നുള്ളത്. അത് എക്സ്പെക്ട് ചെയ്തിട്ടുള്ളത് ചെയ്തത്. പിന്നെ മരുന്ന് ഒഴിക്കേണ്ട കാര്യങ്ങളാണ്. 2-3 ടൈപ്പ് ഓഫ് ഡ്രോപ്സ് ഉണ്ടായിരുന്നു. പിന്നെ വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ പെയിൻ കില്ലേഴ്സ് ഉണ്ടായിരുന്നു. ഈ ഡ്രോപ്സ് ഒഴിക്കേണ്ട സമയങ്ങൾ എപ്പോഴൊക്കെയാണെന്ന് പറഞ്ഞു തന്നു. ആക്ച്വലി ഈ സർജറി ചെയ്യുന്ന സമയം കുറവാണ്, പക്ഷേ ആഫ്റ്റർ സർജറി എന്ന കാര്യങ്ങളാണ് നമ്മൾ കുറച്ചും കൂടി കൺസിഡർ ചെയ്യേണ്ടത്. ഇപ്പോൾ PRK ആയതുകൊണ്ട് തന്നെ കുറച്ച് എക്സ്ട്രാ കെയർ കൊടുക്കണം. വൈകിട്ട് തന്നെ ഒരു 5:30 ആകുമ്പോഴേക്കും അവിടുത്തെ മൊത്തത്തിൽ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. രാത്രിയൊക്കെ ആകുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് തോന്നിയിട്ടുണ്ടായിരുന്നു. കണ്ണൊക്കെ ഭയങ്കര ഒരു ഹെവിനെസ് പോലെ ഒരു ഫീലൊക്കെ ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് നല്ല ബുദ്ധിമുട്ട് തന്നെ ആയിരുന്നു ആ രാത്രി. പക്ഷെ ആ ഒരു രാത്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. PRKയിലല്ല, ഏത് സർജറി ആണെങ്കിൽ നമ്മൾ 1 വീക്ക് തല നനച്ച് കുളിക്കാൻ പറ്റില്ല. പിന്നെ 1 മന്ത് വാട്ടർ ആക്ടിവിറ്റീസ് ഒന്നും പാടില്ല, പൊടിയടിക്കാൻ പാടില്ല, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. രാത്രി കിടന്നുറങ്ങുമ്പോഴും 2 ഷീൽഡ് പോലെ സാധനമൊക്കെ വെച്ചിട്ട് കിടക്കുന്നത്. എങ്ങാനും ഉറക്കത്തിൽ അറിയാണ്ട് കൈ തട്ടി കഴിഞ്ഞാൽ അത് പിന്നീട് ഭയങ്കര പ്രശ്നമാവും. അതൊക്കെ ഒരു 1 വീക്ക് നമ്മൾ ഫോളോ ചെയ്യണം. പിന്നെ പിറ്റേ ദിവസം കുറച്ചും കൂടി വിഷൻ ബെറ്ററായി, ഡേ ബൈ ഡേ ബെറ്റർ ആയിക്കൊണ്ടിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു കോണ്ടാക്ട് ലെൻസ് ഇട്ടു എന്നുള്ള കാര്യം. അത് 1 വീക്ക് കഴിഞ്ഞിട്ട് പാലക്കാട് തന്നെ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വെറുതെ കോയമ്പത്തൂർ പോയിട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ പോയി പവർ ചെക്ക് ചെയ്തു, നല്ല ബെറ്റർ ആയിട്ടായിരുന്നു. ലെൻസ് റിമൂവ് ചെയ്തു. ഡോക്ടറെ കണ്ടപ്പോഴും പറഞ്ഞു ഓക്കെ വലിയ കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആണ്, ഇനിയൊരു 1 വീക്ക് കെയർ എടുത്തോളൂ, കാരണം PRK സർജറി ആണല്ലോ ചെയ്ത് എന്നൊക്കെ പറഞ്ഞു. കണ്ണട വെച്ചവർക്കേ മനസ്സിലാവുള്ളൂ ഇത് എത്രത്തോളം ഒരു ഹാപ്പിനെസ് തരുന്ന കാര്യമാണ് നമുക്ക് കണ്ണട ഇല്ലാണ്ട് കാണാൻ പറ്റുക എന്നുള്ളത്. ഇപ്പോൾ ഏകദേശം 2 ആഴ്ചയോളം ആകാറായി സർജറി കഴിഞ്ഞിട്ട്. എത്രയോ ബെറ്റർ ആയിട്ടാണ് തോന്നിയത്. സോ ഇനി എൻ്റെ ചെക്കപ്പ് വരുന്നത് 1 മന്ത് കഴിഞ്ഞിട്ടാണ്. അതും കൂടി കഴിഞ്ഞാൽ പിന്നെ ഇനി 6 മന്തിലെ ചെക്കപ്പുകളുള്ളൂ. 3 മാസത്തേക്ക് ഡ്രോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കോസ്റ്റിൻ്റെ പാർട്ടിൽ വരുന്ന സമയത്ത് അവർ PRK സർജറിക്ക് പറഞ്ഞ റേറ്റ്
40,000 ആണ്. കോയമ്പത്തൂരുള്ള രണ്ടാമത്തെ ഹോസ്പിറ്റൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവിടെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഏകദേശം 12,000 ഡിഫറൻസ് വരുന്നുണ്ട്. പിന്നെ വിളിച്ച് സംസാരിച്ചുകൊണ്ട് അവർ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്തു തരാനുള്ളത്. പറഞ്ഞ പോലെ ഡിസ്കൗണ്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളുടെ മരുന്നിന് ഏകദേശം 3,300 സംതിങ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കോയമ്പത്തൂർ പോയപ്പോൾ ആ ഒരു സ്കാനിങ്ങിന് ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ, അതിന് ഏകദേശം 1,800 ആയി. അപ്പോൾ ഓവറോൾ നോക്കുന്ന സമയത്ത് ഈ ഡിസ്കൗണ്ടും കഴിഞ്ഞ് ഈ മരുന്നിൻ്റെയും ആ സ്കാനിൻ്റെയും എമൗണ്ടൊക്കെ ആഡ് ചെയ്ത് വരുന്ന സമയത്ത് ഏകദേശം 41,000 അടുത്തായിരുന്നു എനിക്ക് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. എനിക്ക് മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് കോസ്റ്റ് വൈസ് ആണെങ്കിൽ എനിക്ക് ബെനിഫിറ്റ് ആണ്. പിന്നെ എനിക്കൊരു മനസ്സിനൊരു സമാധാനമുണ്ട്. വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, വീട്ടിൽ തുടക്കത്തിൽ പറയേണ്ട കാര്യമായിരുന്നു. ഈ സർജറി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ലോങ് കണ്ണട വെക്കാണ്ടിരിക്കാമെന്നൊന്നും വിചാരിക്കരുത്. ഏജ് ആവുന്ന സമയത്ത് നമ്മൾക്ക് വരുന്ന അസുഖങ്ങളൊക്കെ എന്തായാലും വരും. ഇതിപ്പോൾ നോക്കുന്ന സമയത്ത് ഒരു 40-50 വയസ്സ് വരെ നമ്മൾക്ക് കണ്ണാട ഇല്ലാണ്ട് ഒരു നോർമൽ പേഴ്സൺ ഇരിക്കുന്ന പോലെ നമുക്ക് പോകാം. അത്രയും കാലം നമുക്ക് കണ്ണാടയൊന്നും ഇല്ലാണ്ട് ഫ്രീ ആയിട്ട് നടക്കാം. അപ്പോൾ അത്രയൊക്കെ തന്നെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിനെക്കുറിച്ച് എന്ത് ഡൗട്ട് ആണെങ്കിലും ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.